ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഈ വീക്കെൻഡ് നമുക്കൊരു പാലക്കാടൻ റാവുത്തർ ബിരിയാണി ആയാലോ. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ വാരിക്കോരി തട്ടി കൊടുക്കണം. നമ്മുടെ മല്ലിയിലയും പുതിനയിലയും കൂട്ടത്തിൽ അതിന് കുറേ കാടും ചപ്പൊക്കെ കിട്ടും, അതിനങ്ങ് ഒഴിവാക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു പിടി ചെറിയ ഉള്ളിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിംഗ് പുറത്തേക്കാക്കിയിരിക്കുകയാണ്. പക്ഷേ ഈ ചൂടും പുകയും അങ്ങോട്ട് അത്ര സഹകരിക്കുന്നില്ല. നമ്മൾ ആദ്യം ഓൾ സ്പൈസൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ഒരു 4 പച്ചമുളകും സവോളയും ചേർത്ത് കൊടുക്കണം. ഈ ഇല ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നമ്മുടെ നാട്ടിലെ രമ്പയില എന്നാണ് പറയുന്നത് കേട്ടോ. ഏത് ബിരിയാണി ആയാലും ഞാൻ ഒഴിവാക്കില്ല. നല്ല മണമാണ് ആശാന്. ആ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ഗരം മസാലയും കാശ്മീരി ചില്ലി പൗഡറും സാധാ നോർമൽ ചില്ലി പൗഡറും പിന്നെ നമ്മുടെ ഫെന്നൽ സീഡ്സും വലിയ ജീരകവും അതൊന്ന് നന്നായിട്ട് പച്ചമണം മാറി വരുമ്പോഴത്തേനും നേരത്തെ നമ്മൾ വൃത്തിയാക്കിയെടുത്ത മല്ലിപ്പൊടിയെയും മല്ലിയിലയും പുതിനയിലയും കൂടെ വാരി അങ്ങോട്ട് വിതറണം. അതൊന്ന് വാടി വരുമ്പോഴത്തേനും നമ്മുടെ തക്കാളി കട്ട് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ആവശ്യത്തിന് ഉപ്പും എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ്, ഞാൻ ഒരുപാട് ചിക്കൻ പീസസ് എടുത്തിട്ടില്ല, കാരണം അതിലേക്ക് ഇങ്ങനെ ഈ ബിരിയാണിയിൽ ഇങ്ങനെ ഒരുപാട് ചിക്കൻ പീസസ് കിടക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാനത് ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞതും പിന്നെ ഒരു 2 സ്പൂൺ ഒരുപാട് പുളിപ്പില്ലാത്ത തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചിട്ട് നല്ല തിളച്ച വെള്ളം, നമ്മൾ എടുത്തിരിക്കുന്ന അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നല്ല തിളച്ച വെള്ളമായിരിക്കണം. എന്നിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് അരിയും കൂടെ, റൈസ് ഏത് വേണോ നമുക്ക് ചേർക്കാം, അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഈ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. നമ്മൾ ഏത് ജില്ലക്കാരായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. അടിപൊളി ബിരിയാണി ആണ് ഈ പാലക്കാടൻ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്നത്. ഇച്ചിരി കൂടെ കളറൊക്കെ വരും, പക്ഷേ ഈ പുക അങ്ങോട്ട് സഹകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ അതിന് കറക്റ്റ് കിട്ടാത്തത്. സംഭവം സൂപ്പറായിരുന്നു. ഇത്തിരി ഒന്ന് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ഓവറാക്കണ്ട. എന്നിട്ട് ദമ്മിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചെടുത്താൽ അടിപൊളി ബിരിയാണി നമുക്ക് റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. ഇച്ചിരൂടെ സ്പൈസ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് കിട്ടും. കൂട്ടത്തിൽ ഈ വീക്കെൻഡ് അടിപൊളിയാക്കാൻ ഒരു നല്ല മുഴുത്ത കോഴീൻ്റെ കാലുകൂടി ആയാൽ അടിപൊളിയായിരിക്കും. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ കൂടപ്പിറപ്പായ സലാഡും പപ്പടവും അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചേട്ടോ.